Atulya, good afternoon. Devapriya, good afternoon. Ashwini, good afternoon. Fatima, good afternoon. Okay, let us start. Sujitra, good afternoon. Sudhi, Vineet, good afternoon. Then, good afternoon. Farsana, good afternoon. Then, good afternoon to all. Yes. Kriba Varghese. Hello, sir. How are you, Kriba? Fine. Yes, very good, very good, very good. Okay. Where are you from? I am from Trichy. From Thrissur. Very good. Yes. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടോ കൃപ? സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തോന്നുന്നു അല്ലേ? യെസ് സർ. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇല്ല, കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു. നീ ഉണ്ടായിരുന്നു കുറച്ചുപേരും കൂടി? 3-4 പേരും കൂടി ഉണ്ടായിരുന്നു. പേരൊന്ന് സാർ വിളിച്ചിരുന്നു. യെസ്. ഓക്കെ 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 ഓക്കെ. ഇനി ആരാണ് സെൽഫ് ഇൻട്രൊഡക്ഷനും ബാലൻസ് ഉള്ളത്? ഇപ്പൊ ഉള്ളവരില് ആരെങ്കിലും ബാലൻസ് ഉള്ളവരാണ്? യെസ്. ആരുമില്ല? ഉണ്ടാവും, ഉണ്ടായിരിക്കുന്നതായിരിക്കും അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ ആരാണെന്ന് വെച്ചാൽ വരുമ്പോ പറയാ. ഓക്കെ. യെസ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഓരോരുത്തര് അവരവരെ പരിചയപ്പെടുത്തി. യെസ്. അപ്പൊ ഇനിയും നമ്മുടെ കണക്ക് പ്രകാരം നോക്കിക്കഴിയുമ്പോൾ ഇനിയുണ്ട് പരിചയപ്പെടുത്താനുള്ള ആളാണ് അല്ലെ? യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം അല്പസമയം കഴിഞ്ഞതിന് ശേഷം. നമുക്കപ്പൊ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത് നമ്മൾ ഈ സംസാരിക്കണമെങ്കിൽ നമ്മൾ ടെൻസുകളെ കുറിച്ചൊന്ന് പഠിക്കണം. പഠിക്കല്ല, മനസ്സിലാക്കി വെക്കണം. യെസ്. ഇംഗ്ലീഷില് ആര് സംസാരിച്ചു കഴിഞ്ഞാലും അതൊരു 12 ടെൻസിന്റെ ഫോം ഉണ്ട്. അതിലേതെങ്കിലും ഒന്നായിരിക്കും. അതിലും ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ സിമ്പിൾ പ്രസന്റിലായിരിക്കും, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കും, അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ഓർ പാസ്റ്റ് കണ്ടിന്യൂസ് ഓർ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഓർ പ്രസന്റ് പെർഫെക്റ്റ് ഓർ പാസ്റ്റ് പെർഫെക്റ്റ് ഓർ ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ ഏത് സെന്റൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും എഴുതി കഴിഞ്ഞാലും ഈ 12 ടെൻസ് ഫോമില് ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. യെസ്. അതറിയാതെ കാരണം ഇത്രേ ഉള്ളൂ, ഈ 12 എണ്ണം ഉള്ളൂ. ആ 12 ടെൻസ് ഫോമിലാണ് നമ്മൾ സംസാരിക്കുന്നത്. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് അതിൽ ഓരോന്ന് നമുക്ക് പയ്യൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. യെസ്. അപ്പൊ ഞാൻ നിങ്ങളോട് വന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്.
ഇംഗ്ലീഷിൽ സെന്റൻസ് നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇതാണ് അതിന്റെ ഒരു ക്രമം പറഞ്ഞത്. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നതാണ്. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്ത പ്രവൃത്തി. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ അല്ലെങ്കിൽ എന്തെന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. മാനർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. പ്ലേസ് പി എന്ന് പറയുമ്പോൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. ടൈം എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. നമുക്ക് ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇതൊന്നും ഓർത്തിരിക്കണം. അതില് ഈ സബ്ജക്റ്റും വെർബും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഏത് ടെൻസിലാണ് ആ വാചകം എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. വേറെ ഒന്നും നോക്കണ്ട, ഓബ്ജക്റ്റോ മാനറോ പ്ലേസോ ടൈമോ നോക്കണ്ട, സബ്ജക്റ്റ് ആൻഡ് വെർബ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഏത് ടെൻസിലാണ് ആ വാചകം എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റ്. യെസ്, സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെ നിങ്ങൾ ജസ്റ്റ് അറിയാൻ പാടില്ലെങ്കിൽ എഴുതി വെച്ചേക്കുക. എസ് പ്ലസ് വി. എസ് പ്ലസ് വി. വി മീൻസ് വെർബ്. എസ് മീൻസ് സബ്ജക്റ്റ്. എസ് പ്ലസ് വി. ആ വി എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റില് പ്രസന്റ് എന്ന് എഴുതുക. പ്രസന്റ് ടെൻസ്. പ്രസന്റ്. ഓക്കെ. അപ്പൊ ഏതെങ്കിലും ഒരു വാചകത്തില് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അത് ഏതായിരിക്കും? അത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അറിയാതെ നമ്മൾ ആ ടെൻസ് ഉപയോഗിച്ചു പോകുകയാണ്. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഓബ്ജക്റ്റോ മാനറോ പ്ലേസോ ടൈമോ അത് നമ്മൾ പരിഗണിക്കണ്ട. ഇത് മാത്രം നമ്മൾ നോക്കിയാൽ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസ്. യെസ്. ഇനി നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും ഒരു വെർബിന് 3 ടെൻസ് പറയുന്നുണ്ട്. ഒന്ന് പ്രസന്റ്, ഒന്ന് പാസ്റ്റ്, അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെ 3 കാലങ്ങൾ പറയും. ഇതിനെ തന്നെ വേറൊരു പേര് കൂടി പറയും, V1, V2 ആൻഡ് V3. അപ്പൊ V1, V2, V3 എന്ന് പറയുന്നതും പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് സെയിം ആണ്. V1, V2, V3 is equal to present tense, past tense, past participle. So നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഗോ പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് എന്താണ്? വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഗോൺ. ഗോ, വെന്റ്, ഗോൺ. ടേക്ക്, ടുക്ക്, ടേക്കൻ. യെസ്. കട്ട് പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് കട്ട് തന്നെയാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളോ അതും കട്ട് തന്നെയാണ്. അപ്പോ അടുത്തൊരു വേർഡ് നമുക്ക് നോക്കാം. ലുക്ക് പ്രസന്റ് ആണ്. പാസ്റ്റ് ടെൻസ് എന്താണ്? ലുക്ഡ്. LOOKED. പാസ്റ്റ് പാർട്ടിസിപ്പിളോ അതും ലുക്ഡ് എന്ന് തന്നെയാണ്. LOOKED. അപ്പൊ നമുക്ക് പറയാം ചിലപ്പോൾ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും 3 വ്യത്യസ്തങ്ങളായിരിക്കും. ടേക്ക്, ടുക്ക്, ടേക്കൻ, ഗോ, വെന്റ്, ഗോൺ ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ചിലപ്പോ പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഓരോ വേർഡ് തന്നെ വരും. കട്ട്, 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 പുട്ട്, പുട്ട്, പുട്ട്. ഇതെല്ലാം അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയും. വേറെയും ചിലപ്പോ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെയും പ്രസന്റ് ടെൻസ് മാത്രം വേറൊരു രീതിയിലുമായിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് look, looked, looked. Buy, bought, bought. Sell, sold, sold. Bring, brought, brought. ഇതൊക്കെ നമുക്ക് പറയാം. Teach, taught, taught. Yes. അപ്പൊ ഞാനിവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രസന്റ്, പാസ്റ്റ്,
പാസ്റ്റ് പാർട്ടിസിപ്പിളില് ആ പ്രസന്റിന്റെ അടിയിലുള്ള വേർഡുകൾ ഉപയോഗിക്കും. അതിന്റെ അടിയിലുള്ള വെർബുകൾ മാത്രം ഉപയോഗിക്കും. നമുക്ക് വേണമെങ്കിൽ പറയാം, ഐ ഗോ ടു ഡൽഹി. ഐ ഗോ ടു ഡൽഹി. യു ഗോ എന്നുള്ള പ്രസന്റ് ടെൻസ് ആണ്. യു ഡ്രിങ്ക് ടീ. നിങ്ങൾ ചായ കുടിക്കാറുണ്ട്. യു ഡ്രിങ്ക് ടീ. യെസ്, യു സബ്ജക്റ്റ് ആണ്. ഡ്രിങ്ക് ഈസ് ദ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ്. ദേ വർക്ക് ഇൻ എ ബാങ്ക്. അപ്പൊ ദേ സബ്ജക്റ്റ് ആണ്. വർക്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ്. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം, സബ്ജക്റ്റ് ഉപയോഗിച്ച് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് സിമ്പിൾ പ്രസന്റ്. അതങ്ങനെ സിമ്പിൾ പ്രസന്റ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാചകത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഹാബിച്വൽ ആക്ഷനാണ്. എന്ന് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതുമല്ല എങ്കിൽ നമുക്ക് പറയാം അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ഹാബിറ്റ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഐ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം ചായ കുടിക്കാറുണ്ട് അർത്ഥം. അതെന്റെ ക്യാരക്ടറാണ്, അതെന്റെ സ്വഭാവമാണ്. ഐ യൂസ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സബ്ജക്റ്റ് ആണ്, യൂസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. ഐ യൂസ് മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് മൊബൈൽ ഉപയോഗിക്കാറുണ്ടെന്ന് അർത്ഥം. അപ്പൊ നമുക്ക് പറയാം, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഏതൊരു സംഗതി ആസ് എ പാർട്ട് ഓഫ് അവർ ക്യാരക്ടർ, അതിന് നമുക്ക് എല്ലാം സിമ്പിൾ പ്രസന്റ് പറയാം. ഇപ്പോ അശ്വതി പറയുന്ന ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഐ സബ്ജക്റ്റ്. ഗെറ്റ് അപ്പ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? 6 മണിക്കാണ് അശ്വതി സ്ഥിരം എഴുന്നേൽക്കാറുള്ളത്. യെസ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായ ധാരണയിൽ വരാം, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം ഒരു ഹാബിറ്റ് ആണ്, ഒരു സ്വഭാവമാണ്. യെസ്. ഫർസാന. Yes, sir. How are you, Farsana? Fine, sir. Very good, very good, very good. ഞാൻ ഫർസാനോട് ചോദിക്കുകയാണ്, സിമ്പിൾ ആയിട്ട്. ഫർസാനയുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിയുമ്പോൾ ഫർസാനയുടെ ക്യാരക്ടറിന്റെ ഭാഗമായ സ്ഥിരം ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇപ്പൊ ഫർസാനക്ക് വേണമെങ്കിൽ പറയാം, ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേക്കാറ്. അതാണ് ചിലപ്പോ ഒരു ദിവസം ചിലപ്പോൾ ഇത് വൈകി എഴുന്നേറ്റ് വന്നേക്കാം. അതല്ല ഉദ്ദേശിക്കുന്നത്, 6 മണിക്ക് എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ്. അതുമല്ല എങ്കിൽ ഫർസാനക്ക് വേണമെങ്കിൽ പറയാം, മൈ ബ്രദേഴ്സ് യൂസ് മൊബൈൽ ഫോൺ. എന്റെ സഹോദരന്മാര് മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട്. അത് അവരുടെ ക്യാരക്ടർ, അത് ഫർസാനക്കറിയാം, അത് നമുക്ക് പറയാം. യെസ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ക്യാരക്ടർ ആയിട്ടുള്ള ഒരു 5 കാര്യങ്ങൾ നോക്കുക. ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ക്യാരക്ടർ. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന 5 കാര്യങ്ങൾ. യെസ്. അപ്പൊ നിങ്ങൾ അറിയാതെ തന്നെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനായിട്ടാണ് പോകുന്നത്. കാരണം അത് നമ്മൾ പറയുമ്പോൾ സബ്ജക്റ്റും പിന്നെ വെർബിന്റെ കൂടെ പ്രസന്റ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യുന്നത് മാത്രം വിചാരിക്കേണ്ട, നിങ്ങളുടെ അമ്മയെ കുറിച്ചോ അച്ഛനെ കുറിച്ചോ സഹോദരിയെ കുറിച്ചോ സഹോദരന്മാരെ കുറിച്ചോ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, മൈ മദർ കുക്സ് ഡെലീഷ്യസ് ചിക്കൻ ബിരിയാണി. എൻ്റെ അമ്മ വളരെ ഡെലീഷ്യസ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി പാചകം ചെയ്യാറുണ്ട്. അത് അമ്മയുടെ ഒരു ക്യാരക്ടറാണ്. എപ്പോ ചിക്കൻ ബിരിയാണി വെച്ച് കഴിഞ്ഞാലും അത് കറക്റ്റ് ആയിരിക്കും, ഡെലീഷ്യസ് ആയിരിക്കും. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അമ്പലത്തിൽ പോകുന്നു, അപ്പൊ അത് നിങ്ങൾക്ക് പറയാം, ഐ ഗോ ടു ടെമ്പിൾ വൺസ് ഇൻ എ വീക്ക്. അപ്പോ അതാണ് നിങ്ങളുടെ ക്യാരക്ടർ, അതാണ് നിങ്ങളുടെ ഹാബിറ്റ്.
ആഴ്ചയിൽ ഒരു ദിവസം പോകുക എന്നുള്ളത്, ഡെയിലി പോകുക എന്നുള്ളതല്ല. യെസ്, ഐ ഗോ ടു ടെമ്പിൾ വൺസ് ഇൻ എ വീക്ക്. അത് തന്നെ നമുക്ക് പറയാം ഐ ഗോ ടു ചർച്ച് വൺസ് ഇൻ എ മന്ത്. ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം പള്ളിയിൽ പോകാറുണ്ട്. ഐ ഗോ ടു ചർച്ച് വൺസ് ഇൻ എ മന്ത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് ഫാദർ വൺസ് ഇൻ എ മന്ത്. എന്റെ ഗ്രാൻഡ് ഫാദറിനെ മാസത്തിൽ ഒന്ന് ഞാൻ സന്ദർശിക്കാറുണ്ട്. യെസ്, സംഭവം ഇത്രേ ഉള്ളൂ. സബ്ജക്റ്റ് ഉപയോഗിക്കുക, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന സബ്ജക്റ്റിലെ ഐ എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് മൈ മദർ, മൈ ഫാദർ, മൈ ബ്രദർ, മൈ സിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ എത്ര പേരുണ്ട്? ഒരാളെയാണ്. ഒരാളുള്ളൂ. അപ്പൊ നമുക്ക് പറയാം സബ്ജക്റ്റ് സിംഗുലർ ആണെന്ന്. എന്താണ് സിംഗുലർ? ഒരാളുള്ളെങ്കിൽ ആ വെർബിന്റെ കൂടെ ഒരു എസ് എന്നും കൂടി ചേർക്കുക. ഐ കുക്ക് ചിക്കൻ ബിരിയാണി. കറക്റ്റ് ആണ്. എന്റെ അമ്മയാണ് കുക്ക് ചെയ്യണമെങ്കിൽ മൈ മദർ കുക്ക് എന്ന് പറയരുത്, കുക്സ് എന്നാക്കണം. ഒരു എസ് കൂടി ചേർക്കണം. മൈ മദർ കുക്സ് ചിക്കൻ ബിരിയാണി. കാരണം അമ്മ, എന്റെ അമ്മ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, സിംഗുലർ ആണ്. മൈ ഫാദർ ഗോസ് ടു ചർച്ച്. ഗോ അല്ല, ഗോസ്. എന്തുകൊണ്ടാണ് എസ് ചേർക്കാൻ കാരണം? മൈ ഫാദർ എന്ന് പറയുമ്പോൾ ഒരാള്. യെസ്, മൈ സിസ്റ്റർ ഡാൻസസ്. മൈ സിസ്റ്റർ എന്റെ സഹോദരി ഒരാളുള്ളൂ, അപ്പൊ ഡാൻസസ് ആക്കണം. മൈ സിസ്റ്റേഴ്സ് ആണെങ്കിലോ അപ്പൊ ഡാൻസ് ഉണ്ട്. അപ്പൊ അതിന് ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബിന്റെ പ്രസന്റേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് ഒരാളുള്ളെങ്കിൽ എന്ത് ചെയ്തേക്കണം? ഒരു എസ് കൂടി ചേർത്തേക്കാം. യെസ്, അപ്പൊ ഞാൻ ഫർസാനക്ക് ഒരു സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊക്കെ നീട്ടി പിടിച്ചത്. ആലോചിക്കുന്ന ഫർസാനക്ക് ഒരു സമയം കിട്ടണ്ടേ? ഫർസാന, ആർ യു റെഡി? Yes, sir. യെസ്, ചിരിച്ചിട്ടാണ് ഫർസാന വെക്കുന്നത്. അപ്പൊ ഫർസാന കഴിഞ്ഞ് ഞാൻ അതുല്യോട് ചോദിക്കാം. അതുല്യ ഒരു 5 ഐറ്റം നോക്കി വെക്കുക. അതുല്യയുടെ ജീവിതത്തില് അതുല്യ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ. ഫർസാന എന്ന് പറഞ്ഞേ. ഐ വിൽ സപ്പോർട്ട് യു. I wake up at 5:30. Yes, correct. I wake up at 5:30. Wake up എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഏതാണ്ട് ഒരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. പക്ഷെ രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഓർത്തിരുന്നാൽ മതി. നമ്മൾ ബെഡിൽ കിടന്നുകൊണ്ട് നമ്മളൊന്ന് കണ്ണു തുറന്നു. അപ്പൊ നമ്മൾ എഴുന്നിട്ട് അത് വേക്കപ്പാണ്. കണ്ണു തുറന്നിട്ടും നമ്മൾ അവിടെ തന്നെ കിടക്കുകയാണ്. യെസ്, അവിടെ നിന്ന് നമ്മൾ എഴുന്നേൽക്കില്ലേ, ഗ്രൗണ്ടിൽ തറയിൽ ചവിട്ടൂലേ, അപ്പൊ അത് ഗെറ്റപ്പാണ്. അപ്പൊ വേക്കപ്പിന് ശേഷം ഉണ്ടാവുന്ന സംഗതിയാണ് എന്ത്? ഗെറ്റപ്പ്. യെസ്, മറ്റത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ് വേക്കപ്പ്. മറ്റേത് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഗെറ്റപ്പ്. ഓക്കെ, അപ്പോ ഫർസാന പറയുന്നു ഐ ഗെറ്റപ്പ് അറ്റ് 5:30. 5:30 ഞാൻ എഴുന്നേൽക്കുന്നു. വെരി ഗുഡ്. ഓക്കെ, കറക്റ്റ് ആണ് ഫർസാന. അടുത്തത്. Then all days pray at 5:45. All days, sir. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾ ഡേയ്സ് എന്നുള്ളത് പറയണ്ട. കാരണം സിമ്പിൾ പ്രസന്റിലായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ അത് എല്ലാ ദിവസവും ഒരു ഹാബിറ്റ്. അപ്പൊ നമുക്ക് അതൊന്നും കൂടെ ചുരുക്കി പറയാം. ഐ പ്രേ അറ്റ് 4:45 അല്ലെ 5:45 അല്ലെ 5:45 ഞാൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അത് തന്നെ വേണമെങ്കിൽ വേറൊരു രീതിയിൽ പറയാം. ഒരു ദിവസം ഞാൻ 5 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. ഐ പ്രേ 5 times in a day. I subject pray. Present tense of the verb. I pray 5 times in a day. Okay, continue. Farsana. ഫർസാന ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തോ, വേറൊന്നും നോക്കണ്ട. പിന്നെ പല്ല് തേക്കാറില്ലേ? പല്ല് തേക്കാറുണ്ട്. പല്ല് തേക്കുന്നതൊക്കെ പ്രേക്ക് മുമ്പാണ്. അല്ല, അതല്ല, അതൊരു കാര്യം പറഞ്ഞു. ഞാൻ പല്ല് തേക്കാറുണ്ട്. ഐ ബ്രഷ് മൈ ടീത്ത്. കറക്റ്റ് അല്ലേ?
Okay. I brush my teeth. അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഭംഗിയാക്കാം. I brush my teeth twice in a day. ഒരു ദിവസം 2 പ്രാവശ്യം അങ്ങനെയാ പറയാം. I brush my teeth. Yes. നമ്മൾ കുളിക്കുന്ന ഏകദേശം ഒരു 8 മണിക്കാണ് നമ്മൾ കുളിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം I take a bath at 8 o'clock. യെസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 9 മണിക്കാണ്. അത് നമുക്ക് പറയാം I eat breakfast at 9 o'clock. ഇനി അതല്ല ഫർസാനയാണ്, ഫർസാന്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് പാചകം ചെയ്യുന്നെങ്കിൽ അത് പറയാം I prepare breakfast for my family. എന്റെ കുടുംബത്തിന്റെ ഞാനാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നത്. ഉച്ചക്കുള്ളത് വൈകുന്നേരത്തിനുള്ളത് വേറെ ആൾക്കാര്. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് മൈ ഡ്യൂട്ടി. ഓക്കെ, ഫർസാന പറഞ്ഞോളൂ, പറഞ്ഞത് കറക്റ്റാണ്. I prepare breakfast in my family. Okay, very good. Next. Next. Lunch prepared is my uncle. Yes. Lunch. My uncle. അതാണ് ഉദ്ദേശം. Yes, my uncle. Yes, my uncle prepares lunch. Okay, correct. I go to each days walking. Yes. Okay. I go for walking. I subject, go present tense. I go for walking. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാം പതിവായിട്ട് പോകാറുള്ളതാണ്. അപ്പൊ പിന്നെ നമുക്ക് ഈച്ച് ചേർക്കണ്ട. I go, സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങളുടെ പേര് സംഗതി പറയാം, പിന്നെ വെർബ് പറയാം, പറഞ്ഞാൽ മതി. ഇപ്പോ I cut my hair. എന്റെ മുടി ഞാൻ മുറിക്കാറുണ്ട്. I cut my hair. Yes. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം I use laptop. ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ട്. ഫർസാന വെരി ഗുഡ്, വെരി ഗുഡ്. ഫർസാന നമ്മളെ അഭിനന്ദിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫർസാനക്ക് ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ല. വളരെ കുറച്ച് സമയവും ഫർസാനക്ക് ആലോചിക്കാൻ കിട്ടിയിട്ടുണ്ട്. ആദ്യം ഫസ്റ്റായിട്ടാണ് ഈ ക്ലാസ്സിൽ കേറുന്നത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയ? കുറച്ച് മാറി. റിലാക്സ്. ഇത് ടെൻഷൻ ഫ്രീ ക്ലാസ് ആണ് അല്ലേ? കൃപ വർഗീസ്, ഇത് ടെൻഷൻ ഫ്രീ ക്ലാസ് അല്ലേ? യെസ്, ഓക്കെ. ധൈര്യമായിട്ടിരുന്നോളൂ കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഇംഗ്ലീഷൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവിലോ അവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. കാരണം വി ഹാവ് ടു സെക്യൂർ എ ജോബ്. അപ്പൊ നമുക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ വേറെ ഒന്നും. നിങ്ങൾക്ക് അതിനുള്ളൊരു താല്പര്യമില്ലെങ്കിൽ എനിക്കും എന്തെങ്കിലുമൊക്കെ പഴയ കാലഘട്ടങ്ങളിലേക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് തെറ്റ് പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. തെറ്റിക്കൊണ്ടേ, നോ പ്രോബ്ലം. പക്ഷെ പറയാനുള്ളത് മനസ്സുകൾ കാണിക്കുക. യെസ്, എത്രയോ പ്രാവശ്യം നിങ്ങൾ ഇതേ കാര്യം നിങ്ങളുടെ മക്കളോട് പറയുന്നുണ്ട്. മോനെ സ്റ്റേജിൽ കയറടാ, മോളെ നീ എന്തെങ്കിലും ചെയ്ത് പറയുന്നുണ്ട്. സ്വയം ചോദിക്കുക, അവരോട് പറയുമ്പോൾ ഞാൻ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക. യെസ്, അപ്പോ നിങ്ങൾ അത് ചെയ്ത് കാണിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മനസാക്ഷി കുത്തില്ലാണ്ട് മക്കളെ നമുക്ക് ഉപദേശിക്കാൻ പറ്റും അല്ലെ? ഗാന്ധി പറഞ്ഞ അങ്ങനെയല്ലേ, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഞാൻ എന്താണോ പറഞ്ഞത് അതാണോ ഞാൻ പ്രവർത്തിക്കുന്നത്. യെസ്, ഓക്കെ. നമുക്ക് അതുല്യയിലേക്ക് വരാം. അതുല്യ പേടിച്ചിരിക്കും അല്ലെ? അതുല്യ പേടി മാറട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. കൃഷ്ണപ്രിയ, യെസ്, അതുല്യ, കൃഷ്ണപ്രിയ. Then Kriba Varghese. Yes, sir. How are you, Kriba Varghese? Fine, sir.
Very good, very good, very good. Which is your favorite ice cream flavor? ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ ഏതാണ്? Spanish Delight. Yes, why did you like that? Why did you like that most? അതെന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം? എന്തെങ്കിലും കാരണം പറഞ്ഞോ? ഇതെന്താണ് ഇപ്പൊ പറയുമ്പോ ഇതിന്റെ ഒരു പ്രത്യേകത, മറ്റേത് കൃപ 5 അവിടെ റെഡിയാക്കി മനസ്സിൽ വെച്ചേക്കാണ് പറയാം. യെസ്, അത് വെൽ പ്രിപ്പയർഡ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോ ചോദിക്കുമ്പോ കൃപ അപ്പൊ ആലോചിച്ച് അപ്പൊ പറയുന്നത് ഇത് കൃപയുടെ ടാലന്റ്. ആ പറയുന്നത് തെറ്റിയാലും ശരി തെറ്റിയില്ലെങ്കിൽ ശരി, ദാറ്റ് ഇസ് യുവർ ടാലന്റ്. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അയാൾ എന്ത് പറയുമെന്ന് നമുക്കറിയില്ലല്ലോ, എന്നാലും നമ്മൾ സംസാരിക്കല്ലേ. യെസ്, അപ്പൊ അത് ധൈര്യമായിട്ട് പറഞ്ഞു. കൃപ എന്തുകൊണ്ടാണ് ആ ഫ്ലേവർ ഇഷ്ടപ്പെടാൻ കാരണം? എന്തെങ്കിലും ഒരു കാരണം പറയാൻ പറ്റും? Good taste. ഗുഡ് ടേസ്റ്റ്. അപ്പൊ മതി, അത്രയും പറഞ്ഞാൽ മതി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ ആർ യു എ കോഫി പേഴ്സൺ ഓർ ടീ പേഴ്സൺ? ചായ കുടിക്കുന്ന ആളാണ്, കാപ്പി കുടിക്കുന്ന ആളാണ്? Tea. Tea or coffee? Yeah. Tea or coffee? Tea. Tea. Yes. Which is your favorite tea powder brand? ഇഷ്ടപ്പെട്ട തേയില ഏതാണ്? Nothing. നത്തിങ് ഇൻ പർട്ടിക്കുലർ. അപ്പൊ അത് നമുക്ക് പറയാം, പ്രത്യേകിച്ചൊന്നുമില്ല, ചായ ആയാൽ മതി അല്ലേ കൃപ? Yes, sir. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ കൃപ, ഞാനത് വെറുതെ ചോദിച്ചത് കൃപ ഒന്ന് എന്താ പറയാ റിലാക്സ് ചെയ്യാൻ വേണ്ടി ചോദിച്ചത്. ഓക്കെ കൃപ. ആദിത്യ, യു ഗെറ്റ് റെഡി. പറഞ്ഞോളൂ കൃപ, ആ 5 things പറഞ്ഞു. I get up early at 6:30. യെസ്, അപ്പൊ നമുക്ക് ഏർലി എന്ന് പറയണ്ട, ഐ ഗെറ്റ് അപ്പ് അറ്റ് 6:30. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതി പറയാത്, ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ അത് രാവിലെ എഴുതി, സമയം നമ്മൾ പറയാനില്ല. യെസ്, ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. യെസ്, ഓക്കെ. പിന്നെ I pray at every day in the morning. യെസ്, ഐ പ്രേ ഇൻ ദ മോർണിംഗ് എവറി ഡേ. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ And കുട്ടികളുമായി കളിക്കാറില്ലേ? yes, sir. യെസ്, അപ്പൊ അത് പറഞ്ഞു. ഞാൻ കുട്ടികളുമൊത്ത് കളിക്കാറുണ്ട്. ഐ പ്ലേ വിത്ത് I മൈ play ചൈൽഡ്. with my child. ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ആ ചൈൽഡ് എന്നുള്ളത് മാറ്റിയിട്ട് ചിൽഡ്രൻ ആക്കാം. Children. വിത്ത് മൈ ചിൽഡ്രൻ. യെസ്. പിന്നെ സ്ഥിരം ചെയ്യുന്ന എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചു, ഒരു 5 കാര്യങ്ങൾ സ്ഥിരം ചെയ്യുന്നത്. ഇനി I go to church once in a week. ഐ ഗോ ടു Church once in a week. ഓക്കെ. ഐ ഗോ ടു ചർച്ച്. ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. വൺസ് ഇൻ എ വീക്ക്, ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോകാൻ. കറക്റ്റാണ്. വെരി ഗുഡ്. പിന്നെ I used my mobile every day. ഐ യൂസ്ഡ് വേണ്ട, യൂസ് പ്രസിഡൻസ് പോലെ എല്ലാം പ്രസിഡൻസ് ആയിരിക്കാം. ഐ യൂസ് മൈ മൊബൈൽ എവറി ഡേ. അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം, ആ മൊബൈലില് ഇപ്പൊ കാണുന്നത് റീൽസ് ആണ്. അപ്പൊ നമുക്കത് പറയാം, ഐ വാച്ച് റീൽസ് എവറി ഡേ. ഐ വാച്ച് റീൽസ് എവറി ഡേ. അങ്ങനെ പറയാം. ഓക്കെ, പിന്നെന്ത് എന്തൊക്കെ ചെയ്യാറുണ്ട്? സ്ഥിരമായിട്ട് ചെയ്യണത് എന്തെങ്കിലും കാര്യം ഇനി ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ ആക്കുക. അത് ചെയ്യണ്ട. എല്ലാ ദിവസവും അലക്കേണ്ടി വരാറില്ലേ? അലക്കാറില്ലെന്ന് വിചാരിച്ചു, എന്നാലും അലക്കുന്നു എന്ന് പറയണം. ഐ വാഷ് മൈ ക്ലോത്ത്സ് എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ വാഷ് ചെയ്യാറുണ്ട്. ഐ വാഷ് മൈ ക്ലോത്ത്സ് എവറി ഡേ. കറക്റ്റ് ആയി, അത് ഞാൻ സപ്പോർട്ട് ചെയ്തതാണ്. വേറൊരു കയ്യിൽ നിർത്തുന്നുണ്ട്. വേറൊരു I clean kitchen every day.
വെരി ഗുഡ്. ഐ ക്ലീൻ മൈ കിച്ചൺ എവറി ഡേ. യെസ്, എല്ലാ ദിവസവും ഞാൻ എന്റെ കിച്ചൺ ക്ലീൻ ചെയ്യാറുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണത്. അല്ല, ഐ സബ്ജക്റ്റ് ക്ലീൻ, പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്, CLEA ക്ലീൻ, പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ സബ്ജക്റ്റും വെർബും മാത്രം നോക്കിയാൽ മതി, ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്തോ. ഐ ക്ലീൻ മൈ കിച്ചൺ എവറി ഡേ. യെസ്, അടുത്തത്. കുട്ടികളെ പഠിപ്പിക്കാറുണ്ടോ? അപ്പൊ അത് പറഞ്ഞോ. ഞാൻ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. ഐ സ്റ്റഡി മൈ ചൈൽഡ്. യെസ്, ഓക്കെ, അങ്ങനെ പറയാം. പക്ഷെ സ്റ്റഡി എന്നുള്ളതിനേക്കാൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ പഠിക്കുക എന്നാണ്. പഠിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ടീച്ച് മൈ ചൈൽഡ്. ഞാൻ എന്റെ കുട്ടിയെ പഠിപ്പിക്കട്ടെ. എന്താണ് പ്രസ്ഥാനം പറഞ്ഞത്? അല്ല, ടീച്ച് എന്ന് പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ, അത് പറയാം. യെസ്, ഐ ടീച്ച്. ഓക്കെ, ഇനിയുണ്ടോ? കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ? സ്റ്റോക്ക് യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, നോ പ്രോബ്ലം. യു ഹാവ് ഡൺ ഇറ്റ് വെരി വെൽ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ മക്കളെ, നിങ്ങൾ ധൈര്യസമേതം പറയാം, തെറ്റിക്കോട്ടെ. യെസ്, ഇതേപോലെ പലപ്പോഴും പല സന്ദർഭങ്ങളും നിങ്ങൾ പറയാതെ മാറി നിന്നിട്ടാണ് നമ്മുടെ ക്യാരക്ടർ ആ മോഡലായി പോയത്. ഇനിയും നമ്മളിങ്ങനെ മാറി നിൽക്കരുത്. മാറി നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അങ്ങനെ തന്നെയായി പോകും. യെസ്, ചില ആവശ്യങ്ങൾ അത്യാവശ്യമായി നമുക്ക് തോന്നിയപ്പോഴാണ് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചത്. എന്നിട്ട് നമ്മൾ മാറുന്നില്ല എങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. യെസ്, അപ്പൊ നിങ്ങൾ മാറും, മനസ്സേ മാറൂ എന്ന് മനസ്സിനോട് പറയുക. യെസ്, ആദിത്യ TV. യെസ്, ഓക്കെ ആദിത്യ. ആദ്യം പറയണ്ടെന്ന് അത് ആദ്യം മനസ്സിൽ തീരുമാനിച്ചു ഇല്ലേ? ഇല്ല, വെരി ഗുഡ്. അപ്പൊ എന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. ഓക്കെ ആദിത്യ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി വെരി ഗുഡ്. ലിമ്മി സന്തോഷ്, യു ഗെറ്റ് റെഡി. ഞാൻ അടുത്ത ആളോട് പറയുന്നത് റെഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഹൗ ആർ യു? ഐ ആം ഫൈൻ സർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി. ഓക്കെ, പറഞ്ഞോളൂ ആദിത്യ. ദ 5 things that you usually do. സാധാരണ ആദിത്യ ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ ഇവര് പറഞ്ഞതിൽ നിന്ന് മാറ്റി പറഞ്ഞു. അതാണ് കുറച്ചൊരു ഭംഗി. എഴുന്നേൽക്കുന്നതൊക്കെ വിട്ടോ, കാരണം അതിപ്പോ കുറച്ച് പേര് പറഞ്ഞില്ലേ, വേറെ നമുക്ക് മാറ്റി. യെസ്, ആദിത്യയുടെ നാട് എവിടെയാണ്? തൃശ്ശൂരാണ്. ഓക്കെ ആദിത്യ, പറഞ്ഞു. ഇടയ്ക്ക് അമ്പലത്തിൽ പോവാറില്ലേ? എന്നും പോവാറുണ്ട്. ഒരു പതിവായില്ലേ? അപ്പൊ പറഞ്ഞു ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്. പറഞ്ഞു ഞാൻ എന്നുള്ളത് എന്താണ്? പോവുക എന്നുള്ളത് എന്താണ്? ഗോ. എവിടെ പോകും? ടെമ്പിൾ. കറക്റ്റ്. ഐ ഗോ ടു ടെമ്പിൾ. യെസ്, ഐ ഗോ ടു. ഓക്കെ, ഐ ഗോ ടു ടെമ്പിൾ ഡെയിലി, എവരി ഡേ തുടങ്ങി പറയാം. ഓക്കെ, അപ്പൊ അത് കറക്റ്റായി, ഒരെണ്ണം കറക്റ്റായി. പിന്നെ ഐ ക്ലീൻ മൈ ബെഡ്റൂം വൺസ് ഇൻ എ വീക്ക്. യെസ്, കറക്റ്റ് ആണ്. ഐ ക്ലീൻ മൈ ബെഡ്റൂം വൺസ് ഇൻ എ വീക്ക്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യാറുണ്ട്? എന്റെ ബെഡ്റൂം വൃത്തിയാക്കാറുണ്ട്. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ I prepare dinner for my family. Yes, very good. ഇതൊക്കെ കയ്യിലുണ്ടായിട്ടാണ് ആദ്യത്തെ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ. I prepare dinner for my family. എന്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഡിന്നർ ഞാനാണ് റെഡിയാക്കുന്നത്. ഓക്കെ, കറക്റ്റ്. പിന്നെ I watch movies every day. എല്ലാ ദിവസവും ഞാൻ സിനിമ കാണാറുണ്ട്. കറക്റ്റ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഐ സബ്ജക്റ്റ്, വാച്ച് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആദിത്യ, ആദിത്യയുടെ അമ്മ സിനിമ കാണാറുണ്ടോ? കുറവാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്കൊരു സെന്റൻസിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഞാൻ പറയുന്നു. ആദിത്യ പറയണേ എന്റെ അമ്മ ദിവസവും സിനിമ കാണാറുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞു. My mother watch movies every day. അവിടെയാണ് ഒരു മിസ്റ്റേക്ക് എടുക്കുന്നത്. അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞത്. അതിന്റെ മിസ്റ്റേക്ക് ഉണ്ട്.
ആദ്യത്തെ പറയുന്നത് ഐ വാച്ച് മൂവീസ് എന്ന് പറയുമ്പോൾ ശരിയും മൈ മദർ വാച്ച് മൂവീസ് എന്ന് പറയുമ്പോൾ തെറ്റും. ചെറിയൊരു മിസ്റ്റേക്ക് അതിനകത്ത്. അതായത് ഞാൻ നിങ്ങൾ ആരെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ ആരും ചോദിച്ചില്ല. അതുകൊണ്ട് ഞാനിപ്പോ അതൊന്ന് മ്യൂട്ട് ചെയ്തു. ആദ്യത്തെ ഞാൻ വരാം, ആദ്യത്തെ ചാൻസ് കഴിഞ്ഞിട്ടില്ല. അതായത് ആരെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു സബ്ജക്റ്റ് സിംഗുലർ ആണ്. ശരി, ഒരാളുള്ളെങ്കിൽ ഒരു എസ് കൂടി ചേർക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? ഒരാളല്ലേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ ആരെങ്കിലും ഇതിനകത്ത് എസ് ചേർത്തോ? ആരും ചേർത്ത് പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ ആരെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചു, ആരും ചോദിച്ചില്ല. അപ്പൊ അതിനകത്തൊരു എക്സെപ്ഷൻ നമ്മൾ ഓർത്തിരിക്കുകയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ആദിത്യനെ നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പറയാം. അപ്പൊ ഒരാളുള്ളൂ നിങ്ങൾ എന്ന് പറയുന്ന വേർഡ്. ആദിത്യയെയും ഫർസാനെയും നോക്കിയിട്ട് എനിക്ക് പറയാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ രണ്ടുപേരായി. അപ്പൊ ഒപ്പം ഓർത്തിരിക്കുക, നിങ്ങൾ എന്ന് പറയുന്ന വേർഡ് ഒരാളുള്ളെങ്കിലും യു ആണ്, ഒന്നിൽ കൂടുതലുണ്ടെങ്കിലും യു ആണ്. അപ്പൊ അത് എപ്പോഴും പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യണം, സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യണ്ട. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂടെ എസ് ചേർക്കണ്ട. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ് ഇംഗ്ലീഷിൽ. അപ്പൊ അത്രയും നമുക്ക് പോകണ്ട, ഐയുടെ കൂടെ എസ് ചേർക്കണ്ട. അതൊന്നും മനസ്സിലൊന്നും ഓർത്ത് വെച്ചതാണ്. അപ്പൊ ഐ എന്ന് പറഞ്ഞാലും യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരാളെ ഉള്ളൂവെങ്കിലും എന്ത് ചേർക്കണ്ട? എസ് ചേർക്കണ്ട. ബാക്കിയുള്ളത് ഒരാളുള്ളെങ്കിൽ എസ് ചേർക്കണ്ട. അപ്പോ നേരത്തെ ആദ്യത്തെ പറഞ്ഞു ഐ വാച്ച് മൂവി, കറക്റ്റ് ആണ്. മൈ മദർ വാച്ച് എന്ന് പറയുന്നത് ഒരു എസ് കൂടി ചേർക്കാം. മൈ മദർ വാച്ചസ് മൂവി ഇങ്ങനെ പറയാം. യെസ്. അപ്പൊ പക്ഷെ ഐ എന്ന് പറഞ്ഞാലും യു എന്ന് പറഞ്ഞാലും സിംഗുലർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അത് സിംഗുലർ ആയിട്ട് പരിഗണിക്കേണ്ടതില്ല, പ്ലൂറലായിട്ട് പരിഗണിച്ച് പറഞ്ഞാൽ മതി. അതൊരു എക്സെപ്ഷൻ ആണ്. അതൊന്നും മനസ്സിലോർത്ത് വെച്ചേക്കാം. ഓക്കെ ആദിത്യ, യു കണ്ടിന്യൂ, പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞു. ആദിത്യ ടി വി. Yes, sir. ബാക്കി പറഞ്ഞു. My mother cooks chicken curry once in a week. വേറെ ലെവലാണ് ആദിത്യ. മൈ മദർ കുക്സ് ചിക്കൻ കറി വൺസ് ഇൻ എ വീക്ക്. ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ അമ്മ എന്ത് ചെയ്യാറുണ്ട്? ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട്. അത് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഹർ ഹാബിറ്റ്, അത് ജീവിതത്തിന്റെ ഭാഗമാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അത് നന്നായിട്ടുണ്ട് കേട്ടോ. കുക്കല്ല, കുക്സ്. മൈ മദർ കുക്സ്. വെരി ഗുഡ്. ഓക്കെ, പറഞ്ഞോളൂ അടുത്തത്. Sir. ഓക്കെ ആദിത്യ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ആദിത്യ, ആദിത്യയുടെ പ്രസൻസ് ഓഫ് മൈൻഡിൽ ഞാനൊരു അഭിനന്ദനം പറയും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. തെറ്റിക്കോട്ടെ മക്കളെ, തെറ്റിക്കോട്ടെ, നിങ്ങൾ അങ്ങോട്ട് പറയും. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിമ്മി, നിമ്മി സന്തോഷ്. യെസ്. ഓക്കെ നിമ്മി, ഹൗ ആർ യു? Very good. This only Mutikolo Nimi. Rabina, you get ready. Okay. Nimi, where are you from? I am from Thrissur. You are from Thrissur. Thrissur എവിടെയാണ്? Thrissur, Nellai. Nellai. Yes. ഈ അതിനെ പോകുമ്പോഴേ ഈ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്. എല്ലാ മരുന്നുകളും പരാജയപ്പെടുമ്പോൾ പണ്ടിട്ട് കാളം നെല്ലായി എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടുത്താണ്. പണ്ട് ആ റൂട്ടിൽ പോകുമ്പോ അങ്ങനെ ബോർഡ് കണ്ടിട്ടുണ്ട്. യെസ്, വലിയൊരു ഒരു ആയുർവേദ ഡോക്ടറുടെ ഒരു പേര് വെച്ചിട്ട് ഒരു സംഗതി ആയിരുന്നു തോന്നുന്നത്. ഓക്കെ, പോട്ടെ. ആൻഡ് യു ആർ ഫ്രം നെല്ലായി അല്ലേ? യെസ്. ഇത് ഒളിയും കൂട്ടി നിമ്മി, ശബ്ദം കുറവാണല്ലോ, അതിനെ ചേർത്ത് പിടിക്കൂ. യെസ്. അപ്പൊ നിമ്മി യെസ് പറഞ്ഞേ, ഒരു യെസ് എന്ന് പറഞ്ഞേ. ഇപ്പൊ ശബ്ദമുണ്ട്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫാസ്റ്റ് ഫുഡ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാസ്റ്റ് ഫുഡ് ഏതാണ് നിമ്മിയുടെ? ചുരിദാർ. ചുരിദാർ. ചുരിദാർ ഫുഡാണ് അല്ലെ ഉദ്ദേശിച്ചത്? ഇപ്പൊ നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാല് ഒരു ഫാസ്റ്റ് ഫുഡ് നമ്മൾ കഴിക്കണം തോന്നി കഴിഞ്ഞാല് ഏതാണ് ഇഷ്ടം? ഡ്രസ്സല്ല,
Okay. Food. Khana. Biryani. Biryani. Oh, biryani is your favorite fast food. Okay. Which type of biryani you like most, Nimi? Chicken. Chicken biryani. Yes, Yes, sir. very good. Do you know how to prepare a chicken biryani? I no. No, എന്നാലും നോക്കാം അല്ലേ? Yes, sir. Yes, okay. Okay, നിമ്മി അത് കുഴപ്പമില്ല. കാരണം ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിമ്മി മറുപടി പറഞ്ഞില്ലേ? ദാറ്റ് ഈസ് യുവർ കേപ്പബിലിറ്റി. അത് നിമ്മിയുടെ കഴിവാണ്. യെസ്, മറ്റേത് 5 നിമ്മി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ വിഷയത്തിലോട്ട് വരാം. ഓക്കെ നിമ്മി, യു സ്റ്റാർട്ട്. നിമ്മി പറഞ്ഞോളൂ. Sir, introduction ആണോ? ഇൻട്രൊഡക്ഷൻ. Okay. ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായില്ലല്ലേ നിമ്മി? പറഞ്ഞിട്ടുണ്ടായില്ല. മറ്റേത് ഇപ്പൊ കയ്യിലുണ്ടോ? മറ്റേ ഈ 5 കയ്യിലുണ്ടോ? ഉണ്ട് സർ. അത് ആദ്യം പറയും. ഒന്ന് ഗ്രൗണ്ട് ലെവൽ ഒന്ന് റെഡിയാക്കാം നമുക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ഇൻട്രൊഡക്ഷൻ വരാം. First, I wake up 6 o'clock. Yes, I wake up 6 o'clock. Yes, okay. Then I make the breakfast at 8:30. I prepare the breakfast at 8:30. Correct. I subject prepare present tense of the verb. Okay, very good. Another. Then I watch the movie. Yes, then I watch movie in the morning. രാവിലെ ഞാൻ ഒരു സിനിമ കാണാറുണ്ട്. പിന്നെ Then I wash the clothes. I wash my clothes every day. ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. I wash my clothes every day. ഞാൻ എന്നും എന്റെ വസ്ത്രങ്ങളൊക്കെ അലക്കാറുണ്ട്. യെസ്. പിന്നെ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കാറുണ്ടാവില്ലേ? വീടൊക്കെ ഒന്ന് അതുകൂടി പറഞ്ഞു. Then I clean the rooms. Yes, then I clean the rooms. അല്ലെങ്കിൽ then I clean my house. കുഴപ്പമില്ല, കറക്റ്റ് ആണ്. പിന്നെ Then I hearing music. Very good. Then I hear the music. അല്ലെങ്കിൽ ഞാൻ hear എന്നുള്ള വേർഡ് മാറ്റിയിട്ട് വേറൊരു വാക്ക് ചേർക്കുകയാണ്, enjoy. Then I enjoy music. മ്യൂസിക് ഞാൻ ആസ്വദിക്കാറുണ്ട്. എങ്ങനെയായിരിക്കും? കേൾക്കാന്നുള്ളത് മാറ്റിയിട്ട് ആസ്വദിക്കാന്നായിരിക്കും. കുഴപ്പമില്ല, രണ്ടും ഉപയോഗിക്കാം. എൻജോയ് കുറച്ചുകൂടി രസകരമായ വാക്കായിരിക്കും. ഓക്കെ, കണ്ടിന്യൂ. Then I watch news. Yes, then I watch news on TV. Yes, correct. അത്രയൊക്കെ ഉള്ളൂ അല്ലേ നിമ്മി? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിമ്മി ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ റെഡി ആയിട്ട് നിന്നോ, ഞാൻ വിളിക്കാം. ഞാൻ വരാം, ഒരാളിനെ കൂടി പോയിട്ട് തിരിച്ചു വരാം. അപ്പൊ നിമ്മി, യു ഹാവ് ഡൺ ഇറ്റ് വെരി വെൽ. ഓക്കെ, ഞാൻ വരാം കേട്ടോ നിമ്മി. യെസ്, റബീന ടീം. യെസ്, ഇനി ആരെങ്കിലും റെഡി ആണെങ്കിൽ ഒരു തമ്പിട്ടേ കേട്ടോ, ഞാൻ അവരെ വിളിച്ചോളാം. റബീന ഈസ് റെഡി. അശ്വതി, അതുല്യ, ഓക്കെ, ഞാൻ വിളിച്ചോളാം. അശ്വതി, രതി, ഗെറ്റ് റെഡി. അതുല്യ ഉണ്ട്, ആദില ഉണ്ട്. അപ്പൊ റബീന പറഞ്ഞോളൂ. Yes, sir. I wake up at 6 o'clock in the morning. Very good. I wake up at 6 o'clock in the morning. Very good. I brush my teeth. I brush my teeth. ഞാൻ പല്ല് തേക്കാറുണ്ട്. Very good. Then I eat breakfast. yes, I eat my breakfast. Okay, correct. I help my mother in the kitchen. ആരും പറയാത്തൊരു സംഗതിയായിട്ട് റബീന പറഞ്ഞ്, I help my mother in kitchen. അടുക്കളയിൽ ഞാൻ അമ്മയെ. നിങ്ങൾ അങ്ങനെ വെറൈറ്റി പിടിക്കുക. നിങ്ങൾ മനസ്സിലിങ്ങനെ ചിന്തിക്കുക, എല്ലാവരും പോയ വഴിയിലൂടെ ഞാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ ഡിഫറൻ്റ് ആണ്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത്. എല്ലാവരുടെയും കൂടുതൽ അതാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടെങ്കിൽ മാത്രമേ പല സ്ഥലങ്ങളിൽ നിങ്ങൾ പരിഗണിക്കപ്പെടൂ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പാറ്റേൺ പിടിക്കരുത്.
എൻറ്റയർലി ഒരു ഡിഫറൻസ് കൊടുക്കുക. യെസ്. അപ്പൊ നിങ്ങൾ സ്റ്റേജിൽ വരുമ്പോൾ അത് നിങ്ങൾ വിഷ്വലിൽ വരുമ്പോൾ ആൾക്കാർ കാത്തിരിക്കും സംതിങ് ഡിഫറെന്റ് ഇപ്പൊ കാണാട്ടോ അല്ലെങ്കിൽ കേൾക്കാട്ടോ. അതായിരിക്കും എപ്പോഴും നമ്മുടെ ഒരു ഐഡന്റിറ്റി. ഞാൻ രവിന ഒരു മിനിറ്റ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ അങ്ങനെ അവരുടെ സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കുട്ടി എന്നോട് ഞാൻ പറഞ്ഞു വാട്ട് ഇസ് യുവർ ഡ്രീം എന്ന് ചോദിച്ചപ്പോ സാറേ ഞാൻ ലാസ്റ്റ് പറയാറുണ്ട്. യെസ്, ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം എന്ന് പറഞ്ഞു. അപ്പൊ അത് ബാക്കിയുള്ള കുട്ടികൾ പറയുന്നതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് ഞാൻ പറയൂ വാട്ട് ഇസ് യുവർ ഡ്രീം എന്ന് പറഞ്ഞപ്പോ മൈ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കുറെ പേര് എനിക്ക് വീട് വേണം, എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അതൊക്കെയാണ് പറഞ്ഞത്. അത് എന്തായാലും ഡിഫറെന്റ്. ഐ വാണ്ട് ടു ഹാവ് ആൻ ഐഡന്റിറ്റി. ആ കൊച്ചു പറഞ്ഞൊരു വാചകം, ആ വാക്കണം വെച്ച് സാർ എനിക്കൊരു ഐഡന്റിറ്റി വേണം. കാരണം ഇങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് അറിയണം. നമ്മൾ നോക്കി നമ്മുടെ മരിച്ചു പോയിട്ടുള്ള മാതാപിതാക്കന്മാരുടെ മാതാപിതാക്കന്മാർ നമ്മൾ ഓർക്കുന്നു പോലും അറിയുന്നു പോലും ഒരു അതാണ്. അപ്പൊ ആ മരണത്തോടു കൂടി അതങ്ങനെ അവസാനിച്ചു. ചില ആൾക്കാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിയുന്നില്ല. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു ആ കുട്ടി പറയുന്നത് ഐ വാണ്ട് ടു മേക്ക് ആൻ ഐഡന്റിറ്റി. അതിന് ഞാൻ അഭിനന്ദിച്ച് ചോദിച്ചു. കാരണം എനിക്കൊരു ഐഡന്റിറ്റി വേണം. ഇങ്ങനെ ഒരാള്, ഞാനെന്ന് പറയുന്ന ഒരാള് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ജനം അറിയണം. അപ്പൊ അതിനെന്ത് തോന്നിയാസം കാണിക്കാൻ കേട്ടാ അത് നല്ല രീതി അറിയാൻ വേണ്ടിയിട്ട് അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ടു ഹാവ് ആൻ ഐഡന്റിറ്റി. ഞാൻ എന്റെ കാലഘട്ടം കഴിഞ്ഞാലും ആ ഐഡന്റിറ്റി നിലനിൽക്കും. യെസ്. ഞാനിപ്പോ ആ കുട്ടി പറഞ്ഞ ആ വാക്കിനെ എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി വേണം. യെസ്, ഞാൻ ഇങ്ങനെയാണ്, ദിസ് ഈസ് മൈ സ്പെഷ്യാലിറ്റി. നമ്മള് ചില ഭരതന്റെ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കറിയും ആ ഭരതൻ മരിച്ചുപോയി, KPC ലളിതയുടെ ഭർത്താവായിട്ടുള്ള ഡയറക്ടർ ആയിട്ടുള്ള ഭരതൻ. ഓ, ഒരു ഭരതൻ ടച്ച് ഉണ്ട് എന്ന് പറയും അല്ലെ എന്ന് പറയുന്ന പോലെ അത് റബീന പ്രസന്റ് ചെയ്യുമ്പോൾ റബീന ടച്ച് വേണം. യെസ്. നിമ്മിയുടെ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നിമ്മിയുടെ അമ്മയുടെ ഒരു ടച്ച് ചെയ്ത് വേണം. ആ കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്നാൾ ഉണ്ടാക്കിയതല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റും. യെസ്. അതാണ്, അതൊരു ഐഡന്റിറ്റിയാണ് എല്ലാത്തിനും. നിങ്ങളുടെ കരസ്പർശനം കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് വേറെ ലെവലാണ് എന്ന് പറ്റി തീരണം. മനസ്സുകൊണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കും. ഐ ആം എൻറ്റയർലി ഡിഫറെന്റ്. അതിനാദ്യം വേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കും. വേറെ ആരെ സ്നേഹിക്കേണ്ടത്? യു ലവ് യുവേഴ്സെൽഫ്. നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങൾ നിങ്ങളെ കുറിച്ച് ഓർത്ത് ഒരു അഭിമാനം കൊള്ളും. വലത് കൈ കൊണ്ട് ഇടത് തോളില് ഇടക്കിടക്കും തട്ടിയിട്ട് ആ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് പറയുക ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എനിക്ക് എന്നെ കുറിച്ച് തന്നെ അഭിമാനം തോന്നും എന്ന് പറയാം. താഴെ പോകരുത്. അങ്ങനെ നമ്മൾ നിങ്ങളൊരു 10 പ്രാവശ്യം പറഞ്ഞു നോക്കി, നിങ്ങൾക്ക് തന്നെ തോന്നും ഞാൻ ആരൊക്കെയാണ്. യെസ്. അപ്പൊ നമ്മൾ ആരും അല്ലാതെ ആയി പോകരുത്, ആരെങ്കിലുമൊക്കെ നമ്മൾ ആവണം. യെസ്. പലരും കയറിപ്പോവാനുള്ള ചവിട്ടുപടിയായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ അറിയാണ്ട് അവിടെയൊക്കെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ തിരിച്ചറിവുണ്ട്. ഇനി നമ്മൾ ചവിട്ടുപടിയല്ല, നമ്മൾ കയറിപ്പോകും. ഓക്കെ റബീന, യു സ്റ്റാർട്ട്, യു കണ്ടിന്യൂ. Yes, sir. Yes. I take bath. I eat Yes. lunch. I Yes. attend my class. Yes. Then very good, very good. Balance. അതുള്ള റബീന. That's all, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അശ്വിനിലൂടെ ഞാൻ വരാം. അതിനു മുമ്പ് നമ്മുടെ നിമ്മി ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിമ്മി, ആർ യു റെഡി? Yes, sir. യെസ്, പറഞ്ഞോളൂ നിമ്മി. First of all, thank you for giving me this opportunity to introduce myself. My name is Nimya. I am from Thrissur. I have completed my degree from Sanskrit College, Pattambi. Then after I complete my HDC from Tirur, Malappuram.
My short-term goal is to get a job for uh, independent, To be financially for independent. financially Okay. independent. Okay. Okay. That's it. Thank you, sir. Okay. Okay. I will support you. You go. Yes. You go forward. Forgive me. Not to be cut off. Then my hobbies like watching TVs. I enjoying music. And singing music. അതുകൂടി ഇല്ലേ? It's പറയൂ. Yes. Okay. then ഇത്രയേ ഉള്ളൂ സർ. അത്രയൊക്കെയുള്ളല്ലേ? എന്തെങ്കിലും സംശയം നിമ്മി പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നിമ്മിയോട് ചോദിക്കാനുണ്ടോ? നിമ്മി, you are from Nellai, but you studied in Pattambi. മാരേജ് How ചെയ്തത് Pattambi? പട്ടാമ്പി. You are married to Pattambi. മാരീഡ് തൃശ്ശൂരാണ്, നെല്ലായി ആണ്. Oh, your native place is Pattambi. സ്ഥലം പട്ടാമ്പി, പാലക്കാട്. Okay. So, Pattambi and Nellai. Nellailoട് അപ്പൊ how long you have been in Nellai? എത്ര നാളായി നെല്ലായിലുണ്ട്? 4 വർഷമായിട്ടാണ്. 4 വർഷമായിട്ടുള്ളൂ. യെസ്. അപ്പോ എനിക്ക് തോന്നുന്നു 10-20 വർഷം നിങ്ങൾ പട്ടാമ്പിയിൽ ഉണ്ടായിരുന്നു, പിന്നെ 4 വർഷമായിട്ട് നെല്ലായിലുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ദാറ്റ് യു സീ ഇൻ പട്ടാമ്പി ആൻഡ് ലിവിങ് ഇൻ നെല്ലായി? ഈ രണ്ട് സ്ഥലത്തും ജീവിക്കും നിങ്ങൾ കണ്ടൊരു വ്യത്യാസം എന്താണ്? മെയിൻലി ആളുകളുടെ ഒരു അറ്റാച്ച്മെന്റ്, സ്നേഹം ഡിഫറൻസ് ആണ്. അറ്റാച്ച്മെന്റ് കൂടുതൽ പട്ടാമ്പിയിലാണോ കൂടുതൽ നെല്ലായിലാണോ? കൂടുതൽ എന്റെ സ്ഥലത്ത് തന്നെയാണ്. പട്ടാമ്പിയാണ് ഫിസിക്കലി ആൻഡ് മെന്റലി അറ്റാച്ച്ഡ് പീപ്പിൾ എന്നാണ് പറയുന്നത്. ഓക്കെ. അവിടെ ജനിച്ചു വളർന്നതല്ലേ? ഓക്കെ, കണ്ടിന്യൂ. പിന്നെ വേറെന്ത് ഡിഫറൻസ് ആണ്? ഫുഡില് വ്യത്യാസമുണ്ട്. ഫുഡ് ഹാബിറ്റ് എടുത്തു കഴിഞ്ഞാൽ പട്ടാമ്പിയാണോ ബെസ്റ്റ്, നെല്ലായി ആണോ ബെസ്റ്റ്? രണ്ടും വ്യത്യസ്തമാണ്. ടേസ്റ്റ് പാലക്കാട് തന്നെയാണ്. പട്ടാമ്പിയാണ് ബെസ്റ്റ്. ആർ യു വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ? രണ്ടും. യെസ്. ഓക്കെ, വെരി ഗുഡ്. സുചിത്ര, എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ? നമുക്ക് പറ്റിയൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. യെസ്. ഓക്കെ. ഞാനിപ്പോ ഇതേപോലെ കളക്ട് ചെയ്തെടുക്കാം. ആ പറയുന്നതിൽ നിന്ന് നമുക്ക് ചോദിക്കാനായിട്ടുള്ള ചോദ്യം നമുക്ക് കിട്ടും. യെസ്. എനിബഡി ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻ ടു നിമ്മി? നിമ്മിയ അത് ചോദിക്കാനില്ല? യെസ്. ഓക്കെ നിമ്മിയ, വെരി ഗുഡ്. ഓക്കെ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയ കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്താം. യെസ്. റിമാർക്കബിൾ ആയിട്ടുള്ള നിമ്മിയുടെ മുബ്സിന, ആർ യു റെഡി ടു? യെസ്, മുബ്സിന പറഞ്ഞല്ലോ ആരാണ് ഞാൻ നേരത്തെ ചോദിച്ചു. അപ്പൊ ഇനി ആരും വന്നില്ല, അതുകൊണ്ടാണ് പറ്റിയത്. മുബ്സിന പറഞ്ഞോളൂ. യെസ് സർ, ഞാന് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഓക്കെ. അതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഉണ്ടാവില്ല. ഓക്കെ. തുടങ്ങട്ടെ? യെസ്, സ്റ്റാർട്ട്. Good afternoon, everyone. First of all, thank you for giving me this opportunity to introduce myself. My name is Mufsina A. I am 23 years old and I am from Kannur. Regarding my educational background, I have completed my +2 and after that I completed a diploma in computerized accounting. Talking about my family, I am married and I am a proud mother of a little daughter. Currently, I am running a small business. It is one of my main hobbies as well as a passion, as it allows me to be creative and independent.
My native language is Malayalam, and I am also working on improving my English communication skills to be more confident in a professional environment. That's all about me. Thank you once again. മുഫ്സീന നല്ല ഇസ്തിരിയിട്ട ലാംഗ്വേജ് ആയിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, നല്ല സ്റ്റൈലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. മുഫ്സീനോട് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള സംഗതിയൊക്കെ മുഫ്സീനയുടെ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഇനി പഠിക്കാൻ സുചിത്ര, ആസ്ക് എ ക്വസ്റ്റ്യൻ ടു മുഫ്സീന. മുഫ്സീനോട് ചോദ്യം ചോദിച്ച്. എന്ത് ബിസിനസ് ആണ് പറഞ്ഞില്ല. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഞാൻ അത് വിചാരിച്ചിരിക്കുന്നു, ഞാൻ പറയേണ്ടല്ലോ എന്ന് ചോദിച്ചു. ആദ്യം ഞാൻ ചോദിച്ചു മുഫ്സീനെ, വാട്ട് ഈസ് ദ ബിസിനസ് ദാറ്റ് യു മെൻഷൻ? I specialize in event works and customized handmade craft. ഹാൻഡ്മെയ്ഡ് ക്രാഫ്റ്റ്. ഓക്കെ, ഇനി അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കൂ. ശുചിത്വക്ക് തോന്നുകയാണ് അത് നാട്ടിൽ തുടങ്ങണം, അപ്പൊ അതെങ്ങനെ ആരംഭിക്കാം, എന്താണ് അതിന്റെ ടെക്നോളജി, അതിന്റെ പ്രോഫിറ്റിന്റെ ലെവൽ എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് എത്ര വേണ്ടി വരും, എത്ര, അങ്ങനെയൊക്കെ ചോദിക്കും. അതിൽ ചോദിക്കുന്നു വിച്ച് ടൈപ്പ് ഓഫ് ക്രാഫ്റ്റ്? ഫ്രെയിം, ഹാമ്പർ വർക്ക്, ബൊക്കറ്റ്. യെസ്, പറഞ്ഞോ മുഫ്സീന, അത് പറഞ്ഞോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഇത് മുഫ്സീനയുടെ ടാലന്റ് ആണ്. കാരണം ഇത് നമുക്ക് പ്രിപ്പറേഷൻ ഇല്ല. ഒരു ചോദ്യം ചോദിച്ചു, നമ്മളതിന് മറുപടി സ്പോണ്ടേനിയസ് ആണ്. സ്പോണ്ടേനിയസ് ഓവർഫ്ലോ വിത്ത് പവർഫുൾ തോട്ട്സ് പറയുന്നത് കവിതകളെ കുറിച്ച്. ഇത് നമ്മൾ പ്രിപ്പറേഷൻ ഇല്ലാണ്ട് പറയും, ധൈര്യമായിട്ട് പറഞ്ഞു. യെസ്, നിമ്മിക്ക് എന്ത് ചോദിക്കേണ്ടെന്ന് തോന്നുന്നു. നിമ്മിയ ചോദിച്ചോളൂ. മുഫ്സീനോട് ചോദിച്ചോ. എവിടെയാണ് പഠിച്ചത് എന്നുകൂടിയും പറയൂ, ശ്രദ്ധിച്ചു. എവിടെയാണ് പഠിച്ചതെന്ന്? വേർ ഡിഡ് യു സ്റ്റഡി? മുഫ്സീന ഐ സ്റ്റഡീഡ് എന്ന് പറഞ്ഞിട്ട് ആരംഭിച്ചു. കോളേജിന്റെ പേര്, സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞോളൂ. I studied Zahra Higher Secondary School, Panur. അത് കഴിഞ്ഞതിന് ശേഷം after that I studied Panur JSL Center. Yes. Muhsina, your dream is to become a businesswoman? No. No. What is your dream? You told that your business is your passion. That is why I ask you, is it your dream to become a businesswoman? പറഞ്ഞു മുഫ്സീന മനസ്സിലുള്ളതെന്ന് പറഞ്ഞോ, തെറ്റിക്കോട്ടെ, ധൈര്യമായിട്ട് പറ. I started this business because I wanted to be independent and yes, for the time being you wanted to have some money for to become independent, and I want to create my own identity. Oh, very good, to create my own identity. Very good മുഫ്സീന. അശ്വതിയുടെ അഭിനന്ദനം, സുജിത്തയുടെ അഭിനന്ദനം, അതുല്യയുടെ അഭിനന്ദനം. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നോക്കി, യു മേക്ക് യുവർ ഓൺ ഐഡന്റിറ്റി. വെരി ഗുഡ് മുഫ്സീന, വെരി ഗുഡ്. അതുപോലെ ഇരിക്കണം നമ്മൾ. ഞാൻ സമയമായതുകൊണ്ട് നിർത്തുകയാണ് മുഫ്സീന. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരും ഒന്നുകൂടി നമുക്ക് റെഡിയാക്കാം, ചോദിക്കാം. യെസ്, അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പർ ആയിട്ടെന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ ചോദിച്ചത്, അതായത് സിമ്പിൾ പ്രസന്റ് ചോദിച്ച എല്ലാവരിലേക്കും എത്തിയിട്ടില്ല, കുറച്ച് പേരിലേക്ക് എത്തിയിട്ടുള്ളൂ.
അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ചോദിക്കാം. യെസ്, അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഇൻവോൾവ്മെന്റിനും പിന്നെ ഒന്നര പേരൊക്കെ പേടിച്ച് മാറി നിന്നു. എന്ത് കുരിശാണ് വല്ലതും പറയാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടായിരിക്കും അങ്ങനെ ടെൻഷനിക്കേണ്ടത്. നിങ്ങളെ കൊണ്ട് പറ്റാത്തതൊന്നും ഞാൻ പറയാനായിട്ട് നിർബന്ധിക്കില്ല. ഇനി അഥവാ നിങ്ങളെക്കാൻ ഒരു ഹെൽപ്പ് ആവശ്യം വരുന്നു എന്ന് എനിക്ക് തോന്നിയാൽ I will support you. Yeah, support you. But don't worry. So we will meet in the next class. Till then, bye. Okay, sir. Thank you, sir. Okay. Thank you.